ശ്രീനാരായണ പരമഗുരവേ നമഃ. ചതയ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായി നേരുകയാണ്. എല്ലാ മംഗളങ്ങളും മംഗളദായകനായ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നും അങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ധന്യരാണ്. മരുത്വാമലയിൽ നിന്നും ഭഗവാൻ ആർജിതമാകിയ ആ ആത്മീയ ശക്തി കൊണ്ടാണ് അരിപ്പുറത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഭഗവാന്റെ പദ്ധതികൾ എന്തായിരുന്നു? കഷം ദീനം പിടിച്ചോ മധുര കുടിച്ചോ കിടക്കുന്ന ലോകരെ ഉദ്ധരിക്കുക എന്ന മഹത്തായ അവതാരോദ്യത്തെ ഉദ്ദേശത്തെ സാധിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു മരുത്വാമലയിൽ വർഷങ്ങളോളം അന്നപാനാദികളെല്ലാം വെടിഞ്ഞ് ഏകലക്ഷ്യത്തോടുകൂടി ധ്യാന നിമഗ്നനായത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടുന്ന് ബ്രഹ്മസ്വരൂപം തന്നെ ഇറങ്ങി വന്ന് അനുഗ്രഹിച്ച് താനും ദൈവവും ഒന്നായി തീർന്ന് നാരായണ ഗുരുവായി ശ്രീനാരായണ ഗുരുദേവനായി നമ്മുടെ രാഷ്ട്രം പോലും ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുവായി ഗുരുദേവായി ആദരിച്ച മഹാഗുരു. ആ ഗുരുവാണ് 1888 ശിവരാത്രി ദിവസം നമുക്കറിയാം അവിടുത്തെ കാരുണ്യത്തിൻ്റെ പ്രതീകമായി ആ ശങ്കരൻ കുഴിയിൽ നിന്നും ആ ദുഃഖത്തെയെല്ലാം മാറ്റിത്തരുന്ന ശങ്കരനെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തൻ്റെ യൈത്രയാത്ര തുടങ്ങിയത്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മളുടെ മുൻ കടന്നുപോയ തലമുറകളും നാമും ഇനിയും വരാനിരിക്കുന്ന കോടാനുകോടി തലമുറകൾ. അത് നമ്മളുടെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ആ തപോഭൂമിയിലേക്ക് 1991 വന്നു കയറുവാൻ അവസരം കിട്ടിയത് അവിടുത്തെ കാരുണ്യമാണെന്ന് ഈ ഉള്ളവൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വന്നു കയറിയതിൻ്റെ ഫലമായി 1992 ജനുവരി 9 ചതയ ദിവസത്തിലാണ് ചതയ പൂജയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ആ അവസരത്തിൽ എന്താ സാന്ദർഭികമായിട്ട് സംഭവിച്ചതായിരിക്കാം. ഈ ജനുവരി 9 ഇപ്പോൾ അടുത്ത കാലത്താണ് അതിലേക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ പ്രാധാന്യം കാണുകയുണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാസമാധി പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാസമാധി 1928 സെപ്റ്റംബർ 20 ആയിരുന്നുവെങ്കിൽ അതിന് 8 മാസം മുമ്പ് 1928 ജനുവരി 9 തൻ്റെ ആധ്യാത്മിക ശിക്ഷ പരമ്പര സന്യാസ ശിക്ഷ പരമ്പരയ്ക്ക് അവിടുന്ന് ജന്മം നൽകിയത് ജനുവരി 9 അത് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഭഗവാന്റെ തൃക്കരങ്ങളാൽ തന്നെ സംസ്ഥാപനം ചെയ്ത മറ്റൊരു മഹാദേവനാണ് തൃശ്ശൂർ കുറുക്കഞ്ചേരി മഹാദേവൻ. ആ സന്നിധിയിൽ ഭഗവാൻ പലപ്പോഴും പോയി വിശ്രമിക്കുമായിരുന്നു. ആ കുടിൽ വെച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചാണ് 1928 ജനുവരി 9 ശിക്ഷ പരമ്പരയ്ക്ക് ഭഗവാൻ വിളക്ക് സാക്ഷിയായിരുന്നു കൊണ്ട് തൻ്റെ ശിക്ഷങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിന് രൂപം നൽകിയത്. എന്തായാലും ഞാൻ ഇത് പറഞ്ഞു വന്നത് ഭഗവാന്റെ ധ്യാനഭൂമി, ഭഗവാന്റെ ജ്ഞാനഭൂമിയിൽ, ഭഗവാന്റെ നാളിൽ തിരുനക്ഷത്രത്തിൽ നമുക്ക് പൂജ തുടങ്ങുവാൻ അവസരം കിട്ടിയ ആ ദിനം അവിടുത്തെ നിശ്ചയം തന്നെ ആയിരിക്കുമെന്ന് കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ചിന്തിച്ചുറപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ചതയ പൂജ ആദ്യം ഏകനായ ഞാൻ തുടങ്ങിയെങ്കിൽ അടുത്ത ഫെബ്രുവരിയിലെ ചതയത്തിന് എൻ്റെ കൂടെ 4 പേര് കൂടി ചേർന്നു. അതിലൊരു വ്യക്തിയാണ് ഈ നാഗർകോവിലിൽ തന്നെയുള്ള വരദരാജൻ. എപ്പോഴും അന്നും ഇന്നും ഗുരു മാത്രം ദൈവമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്നവരാണ് നമ്മുടെ സുശീലൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ മണിമൻസ് തുടങ്ങിയിട്ടുള്ളവർ.
തുടർന്ന് അടുത്ത മാസം 13 പേരിലേക്ക് കടന്നുപോയി. അപ്പോൾ കടന്നു വന്നതാണ് ഒരു PK നാരായണനുണ്ട്. സാധാരണ ഞങ്ങൾ പറയുന്നത് അദ്ദേഹം എപ്പോഴും തോളിലൊരു സഞ്ചി ഇട്ടേക്കും, അതുകൊണ്ട് സഞ്ചിധാരൻ ഒക്കെ പറയാറുണ്ട്. ഇത് നമ്മളെ ഈ ലോകത്തു നിന്ന് കടന്നുപോയ G. വിശ്വംഭരൻ, ശ്രീധരൻ സാർ, ഇങ്ങനെ കുറേ വ്യക്തിത്വങ്ങൾ മാർച്ചിലെ ചതയത്തിന് 13 പേര് കൂടിയെങ്കിൽ അവിടെ നിന്ന് അന്ന് തീരുമാനമെടുക്കുകയാണ്. ആ അവസരം വരെയും ഞാൻ ഈ മുകളിലുള്ള ആലിൻ്റെ ചുവട്ടിൽ ഉള്ള ആ കൽമണ്ഡപത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഗുരുവിൻ്റെ മഹത്തായ കൃതികൾ മാത്രം എപ്പോഴും നമ്മോട് ചേർന്നുണ്ടായിരുന്നു. ആ കൃതിയാണ് നമ്മെ മുമ്പോട്ട് ചലിപ്പിച്ചത്. അങ്ങനെ ആ മാർച്ചിലെ ചതയത്തിന് പിള്ളത്തളത്തിൽ വെച്ച് അവർ തീരുമാനമെടുക്കുകയാണ്, സ്വാമിക്ക് ഇരിക്കാൻ ഒരു ചെറിയ കുടിയിൽ ഇവിടെ എവിടെയെങ്കിലും അടിവാരത്ത് കെട്ടണം. അപ്പോൾ അന്ന് ഈ വന്ന 12 പേരിലും ഉണ്ടായിരുന്ന ഉള്ള പൈസ അവർക്ക് ബസ്സിന് യാത്ര ചെയ്യാനുള്ള കഴിച്ച് കൂട്ടിച്ചേർത്തപ്പോൾ വന്നതാണ് 1800 രൂപ. എന്നിട്ട് വരദരാജനെ ഏൽപ്പിച്ചിട്ട് അടുത്ത ചതയത്തിന് ആ കുടിൽ പൂർത്തിയാക്കണമെന്നും അന്ന് അവിടെ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജ നടത്തി അന്നദാനം നടത്തണമെന്നും തീരുമാനിക്കുകയാണ്. ഈ അവസരത്തിൽ ഒന്നുകൂടി ഞാൻ ഓർക്കുകയാണ്, ഒരാളിനെ വിട്ടുപോയിരിക്കുന്നു. നമ്മളുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന MK ഭാസ്കർ, അദ്ദേഹം കൂടി ഈ പൂജകളിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് വന്നപ്പോൾ അങ്ങനെ ഇത് ചതയ പൂജ സംഘമായപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ നിശ്ചയിച്ചതുപോലെ തന്നെ ഏപ്രിലെ ചതയത്തിന് മലയുടെ അടിവാരത്തിൽ ഇന്ന് നാം ഈ റോഡ് നേരെ കാണുന്ന ആ കുടിൽ അവിടെ തയ്യാറായി. അന്ന് 18,000 രൂപ ചെലവാണ്. അത് തിരുവനന്തപുരത്തുള്ള ഭക്തർ എല്ലാവരും കൂടി ഈ ചതയപൂജ സംഘത്തിൻ്റെ വ്യക്തികളെല്ലാം കൂടി അത് നിർവഹിച്ചു. അന്ന് തന്നെ ഇതിൻ്റെ വരുമാനത്തിനായിട്ട് അന്ന് 24 കാണിക്ക വെഞ്ചികൾ അവിടെ വന്നവർക്ക് വിതരണം ചെയ്യുകയുണ്ടായി. നിങ്ങളാ കഴിയുന്ന അതിട്ട് അത് സ്വരൂപിക്കുക. അങ്ങനെ 3 മാസത്തിലൊരിക്കൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആ പണം സമ്പാദിച്ചാണ് ഇതിനെ ഉയർത്തിയെടുത്തത്. നേരത്തെ ഇതിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ബഹുമാന്യനായ നമ്മളുടെ സുകുമാരൻ എഞ്ചിനീയർ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന് നടന്നു വന്ന വഴികളെപ്പറ്റി നടന്നു വന്നു. ഇന്ന് നാം കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 20 കോടി രൂപയുടെ ആസ്തിയാണ് ചതയപൂജാ സംഘത്തിന് മരുത്വാമലയിൽ ഗുരുവിൻ്റെ സ്വത്തായിട്ട് ഇവിടെ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം 2 ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ നാം സ്ഥലം വാങ്ങിക്കാനായിട്ട് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇന്ന് 7-8 ഏക്കറോളം സ്ഥലം നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ ഇന്ന് കാണുന്ന ഈ സ്ട്രക്ചർ മുഴുവനുണ്ട്. ഇതെല്ലാം കൂടിയുണ്ട്. അതിനപ്പുറത്താണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഏതാനും ചില ആൾക്കാർ മാത്രം വന്നു പോയിരുന്ന ഗുരുവിൻ്റെ തപോഭൂമിയെ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ചതയപൂജയ്ക്ക് മാത്രമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് നിശ്ചയിക്കാം. കാരണം അന്ന് ചതയപൂജ തുടങ്ങുമ്പോൾ പ്രതിമാസ ചതയപൂജ അങ്ങനെ വ്യാപകമല്ലായിരുന്നു. ശിവഗിരിയിൽ മാത്രം നടക്കുമായിരുന്നു. മറ്റേതാനും ഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുമായിരുന്നു. എങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗുരുവിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ചതയപൂജ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ്. അവിടെയല്ല. എത്ര ഗുരുമന്ദിരങ്ങളുണ്ടെങ്കിലും ഗുരുക്ഷേത്രങ്ങളുണ്ടെങ്കിലും വിദേശങ്ങളിലെല്ലാം ഇത് നടന്നു വരുന്നു. ഇതിനും കാരണമായത് മരുത്വാമലയുടെ ഭഗവാന്റെ തപോഭൂമിയിലെ നമ്മളുടെ പ്രാർത്ഥനയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരമായി. ഇതിങ്ങനെ വളർന്നു വന്നപ്പോൾ മല ചവിട്ടുന്നവർക്ക്, ഭക്തിയോടുകൂടി മല ചവിട്ടുന്നവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, മാരക രോഗങ്ങൾ മാറിയിട്ടുള്ളത്, പിന്നെ മക്കളില്ലാത്തവർക്ക് അവർക്ക് സന്താന ലഭ്യം ഉണ്ടായിട്ടുള്ളത്, വിവാഹം കഴിക്കാൻ സാധ്യമല്ലാതെ വന്നവർക്ക് അത് സാധ്യതമായത്, ഇങ്ങനെ അനേക അനുഭവങ്ങളാണ് ആർക്കുണ്ടായിട്ടുള്ളത്? ഭക്തർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചതയപൂജയ്ക്ക് മരുത്വാമല ചവിട്ടുവാനായി ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. ഒരു നാൾവഴി എന്നോളം ഇത് ഞാൻ കടന്നു വരുമ്പോൾ നമ്മളുടെ അർപ്പണം, നാം എങ്ങനെയാണ് ഗുരുവിനെ ആരാധിക്കേണ്ടത്? ഗുരുവിനെ പിടിച്ചാൽ
മറ്റാരെയും പിടിക്കേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മുടെ സാധ്യതമാണ് എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുന്നത്. പറഞ്ഞു വരുന്ന പത്മശ്രീയിലേക്ക് വരുമ്പോഴാണ് ഈ പാത തുറന്നത്. അങ്ങനെ നമ്മുടെ പ്രവർത്തന ഫലമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏക്കറുകളായി ഇതെല്ലാം വന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ 25-ാം വർഷം വന്നപ്പോൾ നന്നു വിഭാവന ചെയ്തു. ഇങ്ങനെ നാം ഇരുന്നാൽ പോരാ, ഗുരുവിൻ്റെ തപോഭൂമിയിലേക്ക് ലോകശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വശാന്തി മന്ദിരം കെട്ടിപ്പടുത്തണം എന്ന് കുറേയേറെ കാലമായിട്ട് നാം ചിന്തിച്ചിരുന്നു. പക്ഷേ 25-ാം വർഷം അതിനൊരു രൂപരേഖയിലേക്ക് ചിന്തിക്കുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ടാണ് ഒരു വിശ്വശാന്തി യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. വിശ്വശാന്തി യജ്ഞം 1 വർഷം നീണ്ടു നിൽക്കുന്നത്, അതൊക്കെ ആലോചിച്ചപ്പോൾ നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് അതിന് വരുന്ന ചെലവിനെ പറ്റി തർക്കങ്ങളായി. എന്തിനു വേണ്ടിയാണ് ഇത്രയും പണം ചെലവാക്കുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയൊന്നും മാറി നിന്നില്ല. കടം വാങ്ങിച്ചാലും ഏതാണ്ട് 25 ലക്ഷം രൂപ ചെലവാക്കിയാണ് അന്ന് അവിടെ യജ്ഞശാല തയ്യാറാക്കി. 25 ലക്ഷം രൂപ ചെലവാക്കി. 365 ദിവസം നടക്കേണ്ട യജ്ഞം. കാരണം ആ യജ്ഞം സമാപനത്തോട് വന്ന ചതയം ജനുവരി 2 ആയിരുന്നു. തീർത്ഥാടനത്തിൻ്റെ തിരക്ക് അത് സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ജനുവരി അവസാനത്തെ ചതയത്തേക്ക് പോയത് കൊണ്ടാണ് 384 കടന്നുപോയത്. യാതൊരു മുടക്കവും കൂടാതെ ഇവിടെ ഭക്തജനങ്ങൾ വരുന്നോ ഇല്ലയോ എന്ന് ഒന്നും നോക്കാതെ കൃത്യമായിട്ട് അത് അവിടെ നിർവഹിച്ചു. അതിൻ്റെ പൂർത്തീകരണമായി. എന്തായാലും അധികം താമസിക്കേണ്ടി വന്നില്ല. എന്തു സംഭവിച്ചു? ഈ ഉള്ളവന് ശിവഗിരിയിലേക്ക് അങ്ങ് വിളിക്കുകയാണ് ചെയ്തു. അവിടെ ഇലക്ഷൻ വന്നോ മറ്റോ ഇതൊന്നും അല്ല അവിടെ ചിന്തയും. അവിടെ ഒരു യജ്ഞം മുടങ്ങിക്കിടക്കുന്നു, അത് നിർവഹിക്കുവാൻ വന്നു തന്നെ ആകണം എന്നായിരിക്കും അവിടുത്തെ നിശ്ചയം. എന്തായാലും അവിടെ പ്രസിഡൻ്റായിട്ട് അവരോധനായി പല പദ്ധതികളും ആവിഷ്കരിച്ചു. ആദ്യമായി ചെന്നത് സഹോദരങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, മുഖത്തോട് മുഖം നോക്കുകയില്ല. നോക്കിപ്പോയാൽ മറ്റുള്ളവൻ കുറ്റം പറയും, നോക്കി എന്നുള്ളതിന് ഉള്ള നോക്കം പറയും. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണ ധർമ്മസംഘവും SNDP യോഗവും തമ്മിലുള്ള ഒരു അടുപ്പത്തിലേക്ക് ആദ്യം കൊണ്ടുവരുന്നു. അതിനെ ആക്ഷേപിച്ചിട്ടുള്ള അനേകം പേർ ഈ രാജ്യത്തുണ്ട്, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അത് വന്നതോടുകൂടി 1928 സെപ്റ്റംബർ 20-ാം തീയതി മുതൽ 41 ദിവസം നടക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ നടന്ന അവിടുത്തെ യജ്ഞവും സമാപന ദിവസം നടക്കേണ്ടിയിരുന്ന യതിപൂജയും മുടങ്ങിപ്പോയി. ആ യതിപൂജ, ആ മഹാമണ്ഡല പൂജയും നടത്താനുള്ള അവസരം ഭഗവാൻ 90 വർഷം സമാധിയായതിന് 90 വർഷം കഴിയുമ്പോഴാണ് അതിനൊരവസരം ഉണ്ടാകുകയായി. അതിന് മുൻ വർഷം തന്നെ ഒത്തുചേർന്നപ്പോൾ ഭഗവാന്റെ മഹാസമാധി പീഠത്തിൽ അവിടുത്തെ പ്രതിമ പ്രതിഷ്ഠിച്ചതിൻ്റെ 50ാമത് വർഷം കടന്നു വരികയായിരുന്നു. അപ്പോഴാണ് യോഗവും സംഘവും ഒന്നിച്ച് ഒരു റോഡിൽ കൂടി പോകുന്ന, ഭഗവാന്റെ പാതയിൽ കൂടി പോകുന്ന വഴിയൊരുക്കിയത്. അങ്ങനെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പ്രതിമ, ആ ഗോൾഡൻ ജൂബിലി ആഘോഷം നടത്തി. തുടർന്ന് തന്നെ ഭഗവാന്റെ നവതി, മഹാസമാധിയുടെ നവതി അവിടെ ആചരിക്കുവാനും ആ സന്നിധാനത്തിൽ 41 ദിവസം യജ്ഞം നടത്തിയതിൻ്റെ ആ ഒരനുഭൂതി ഇതിലിരിക്കുന്ന ഭൂരിഭാഗം അംഗങ്ങളും അനുഭവിച്ചിരിക്കും എന്ന് കാണും. അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ 100 കണക്കിനാണ്. ആർക്ക്? ഈ ഉള്ളവനുണ്ടായിട്ടുണ്ട്, അതിൽ പങ്കെടുത്തുള്ള വ്യക്തികൾക്കുണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മഹത്വം. ഇതൊക്കെ പറയുന്നത് ഗുരുവിനെ എങ്ങനെ നാം കാണണം. വെറും ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നൊക്കെ പ്ലാറ്റ്ഫോറത്തിൽ അടിച്ചു വിടാറുണ്ട്. തീർച്ചയായിട്ടും ഗുരു സാമൂഹിക പ്രവർത്തകനാണ്. പക്ഷേ ആ സാമൂഹിക പ്രവർത്തനം സാധിതമാകിയത് എങ്ങനെ എന്നുള്ളതാണ്. ഗുരുവിൻ്റെ 1 കോടി സൂര്യന്മാർ ഉദിച്ചിരുന്നത് പോലെയുള്ള ആ തേജോ മണ്ഡലം കൊണ്ടാണ്, തേജോ മൂർത്തി ആയതുകൊണ്ട് ആധ്യാത്മിക പ്രഭാവം കൊണ്ടാണെന്നുള്ളത് നാം അറിയണം, മറ്റൊന്നുമല്ല. അപ്പോഴാണ് നാം സർവസമർപ്പിതമായി ഗുരുവിനെ പ്രാപിക്കുമ്പോൾ
അങ്ങനെ ആ മുടങ്ങിയ നവതി നമുക്ക് നടത്തുവാൻ കാരുണ്യം ഭഗവാൻ അനുഗ്രഹിച്ചു തന്നു. ഓരോ ദിവസവും ഞാൻ 3 മണിക്കൂർ 4 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് നടത്തിയിട്ടുള്ളത്. കാരണം 384 ദിവസം എപ്പോഴും ഞാനിവിടെ ഇരുന്നിട്ടില്ല. പക്ഷേ അതിലും സ്ഥിരമായി അതിൽ നടത്തുവാൻ ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ ചില 2 വ്യക്തികളുണ്ടായിരുന്നു. അവർ ആ യജ്ഞമൊക്കെ കഴിഞ്ഞപ്പോൾ അവരും ഇവിടെ നിന്ന് വിട്ടുപോയി. അതിനായിട്ട് അവരെ വന്നതുപോലെയാണ് എനിക്ക് തോന്നുകയുണ്ടായത്. എന്തായാലും ആ 41 ദിവസം മഹാമണ്ഡല പൂജ നടത്തി. ആ 41 ദിവസം ഭഗവാൻ സന്നിധാനം കൊണ്ടിരുന്ന മഹാസമാധി പോകിയ ആ സന്നിധാനത്തിൽ വൈദിക മഠത്തിന് ചുറ്റും അഹോരാത്രം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എന്ന ആ ഭഗവാന്റെ തിരുനാമം ജപിച്ച അഹോരാത്രം ഭക്തജനങ്ങൾ പ്രദക്ഷിണം ചെയ്യിച്ച അനുഭൂതി. അതോടൊപ്പം തന്നെ 41 ദിവസത്തെ യജ്ഞത്തിൻ്റെ അവസാന ദിവസം ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ക്ഷണിച്ചു വരുത്തപ്പെട്ട യതിമാർക്ക് വേണ്ടിയുള്ള സമർപ്പണം എന്ന് മുടങ്ങിപ്പോയോ അത് ഒന്ന് ഓർക്കണം. നാം ഒരു വലിയ പ്രളയത്തെ നേരിട്ടതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഇത് അതിഭക്തിയോടുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്. യജ്ഞം നടക്കുമ്പോൾ 6.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത്. അത്രയും പണിവാണ്. പക്ഷേ പ്രളയം കഴിഞ്ഞപ്പോൾ ഭീതിയിലായിപ്പോയി. എന്ത് സംഭവിക്കും എന്നുള്ളതിൽ ഭീതിയായിപ്പോയി. എവിടുന്ന് ആരോട് പോയാണ്? കാരണം എവിടുന്നാണോ ഇതിനു വേണ്ടി അർപ്പണ ബുദ്ധിയോടെ പണം വരേണ്ടത് ആ ഭാഗങ്ങൾ മുഴുവനാണ് പ്രളയത്തിൽ ഒലിച്ചു പോയത് എന്നുള്ളത് കൊണ്ട് ഭീതിയിലാണ്ടുപോയി. എന്നിരുന്നാലും ധൈര്യത്തോടെ മുമ്പോട്ട് നീങ്ങി 5 കോടി രൂപയോളം കളക്ഷൻ ഉണ്ടായി. ഏതാണ്ട് 3 കോടിക്കകത്ത് ചെലവുണ്ടായി. ബാക്കി ഇപ്പോൾ 1,80,00,000 രൂപ അതിൻ്റെ മിച്ചം ബാങ്കിൽ കിടക്കുകയാണ്. SNDP യോഗവും ധർമ്മസംഘവും കൂടി ഉള്ള സംയുക്ത ആ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അത് മുഴുവൻ അവിടെ ഒരു അന്നക്ഷേത്രം കെട്ടുന്നുണ്ട്. അത് കുറച്ച് അനുരൂപലമായിരിക്കും. 37 ലക്ഷം രൂപ അതിന് ചിലവായിട്ടുണ്ട്. ആ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ഇങ്ങോട്ടാണ് ചിലവ്. ഫലത്തിൽ 2 കോടി രൂപ ഭഗവാന്റെ മഹായജ്ഞം നടത്തിയതിൻ്റെ മിച്ചം തന്നെ അവിടെ വന്നിപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ കരുണ എവിടെ പ്രളയമൊന്നും നമ്മളെ ബാധിച്ചോ എന്ന് പറഞ്ഞാൽ ഇതിന് മുടക്ക ഉണ്ടായില്ല. മിച്ചം വന്ന ആ കാരുണ്യം അതങ്ങോട്ട് സമർപ്പിച്ച് തുടർന്ന് ഭഗവാന്റെ തുടർന്ന് വന്ന ഇത് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു. ശിവരി തീർത്ഥാടന പന്തൽ അതും അതിൻ്റെ റൂഫ് കയറ്റവും നടക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, 1 മാസം കൊണ്ട് അത് അവിടെ ഉയർത്താനുള്ള കാരുണ്യം ഭഗവാൻ ചൊരിഞ്ഞു തന്നു. ഇതൊക്കെ ഇത് പറയുമ്പോൾ ഇതെല്ലാം അത്ഭുതങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കിട്ടുന്നതിനുള്ള കരുണ ചൊരിച്ചിട്ടുണ്ടെങ്കിൽ, തീരാവ്യാധികൾ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നടക്കാതിരിക്കുന്ന പ്രോജക്റ്റുകളെ നടത്തുന്ന ഭഗവാൻ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എവിടെ ഞാൻ കാഞ്ചീപുരം ഗുരുപൂജയ്ക്ക് ഏറെക്കാലമായിട്ട് പോകാതിരുന്നു. കാഞ്ചീപുരം ഗുരുപൂജ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാസമാധി പ്രാപിച്ചതിന് ശേഷം ബോധാനന്ദ സ്വാമി 4ാമത്തെ ദിവസം സമാധി അടയുന്നു. തുടർന്ന് വന്ന മഠാധിപതി ഗോവിന്ദാനന്ദ സ്വാമികളാണ്. ഭഗവാൻ സന്നിധാനം കൊണ്ടിരുന്നപ്പോൾ തന്നെ 1917 കാഞ്ചീപുരത്ത് സാധാരണ ജനങ്ങളെ സേവിക്കാനായി ഗോവിന്ദാനന്ദ സ്വാമികൾ അവിടെ ഒരു മഠം സ്ഥാപിച്ചത്, ശ്രീനാരായണ സേവാശ്രമം. അത് സാധാരണക്കാർക്ക് രോഗങ്ങളൊക്കെ മാറ്റി അതിന് മരുന്നൊക്കെ കൊടുത്ത് സേവനം ചെയ്തതാണ്. ഗുരു അവിടെ ചെന്ന് 1917 അത് തുറന്നു വെച്ചാണ്. അവിടുന്നാണ് നേരെ എവിടെ പോകുന്ന രമണ മഹർഷിയെ കാണാനായിട്ട് ഭഗവാൻ ശിഷ്യന്മാരുടെ ആഗ്രഹം സ്വീകരിച്ചു കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ആ മഠത്തിൽ ഗോവിന്ദാനന്ദ സ്വാമി 1931 സമാധിയാകും. എല്ലാ വർഷവും ഗുരുപൂജ എന്ന ചടങ്ങ് വളരെ പ്രാധാന്യത്തിൽ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി നടന്നു വരികയാണ്. ഈ കഴിഞ്ഞ വർഷം തീർത്ഥാടനം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൂജയ്ക്ക് പോകുന്നു. അപ്പോൾ
അവിടെ ആ പൂജയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അടുത്ത ദിവസമാണ് മദ്രാസിൽ ഒരാശ്രമമുണ്ട്. അതും ഒരു ചരിത്രമുള്ളതാണ്. ഭഗവാൻ മദ്രാസിൽ ചികിത്സയ്ക്കൊക്കെ പോകുമ്പോൾ മദിരാശിയിൽ ഭഗവാൻ തങ്ങിയിരുന്ന ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അത് വിദേശീയർ സായിപ്പന്മാർ കെട്ടിയതായിരുന്നു. ഞാൻ പിന്നെ സേവ് ചെയ്യാത്ത ഫോണൊന്നും എടുക്കില്ലെന്ന് അവർക്കറിയാം, കാരണം കണ്ണിന് അനുഭവം. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു ഫോൺ വരും, സ്വാമി അതിനെ എന്താണ് നിഷേധിക്കരുത്, എന്തോ അവർ പറയാനിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് കിട്ടി. വന്നു, ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. ആളുടെ പേര് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് പോയി. എന്ത് സംഭവിച്ചു എന്നുള്ളതറിയാം. ഇതിനിടയ്ക്ക് 1-2 പേര് വിളിക്കുകയുണ്ടായി. ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ഒരു ജഡ്ജിയുണ്ട്, ജ്ഞാനസുദർശൻ എന്ന് പറഞ്ഞ്, അദ്ദേഹം വിളിച്ചു തന്നു. ഞാനത് പറഞ്ഞ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായി. വേറെയും ചിലരൊക്കെ വിളിച്ച്, കാരണം അതിനൊരു ഉറപ്പൊന്നുമില്ല, ഒരു ന്യൂസ് ഇങ്ങനെ വന്നേ. എന്തായാലും ഞാനിത് പറഞ്ഞു വന്നത്, കാഞ്ചീപുരം എൻ്റെ ഒരു മേഖലയായിരുന്നു, പ്രവർത്തന മേഖല. ഞാൻ ബ്രഹ്മവിദ്യയൊക്കെ പഠിച്ചതിന് ശേഷം കുറച്ച് ഉത്തരേന്ത്യൻ യാത്രയൊക്കെ ചെയ്തു. ഗുജറാത്തിലായിരുന്നു കൂടുതൽ കാലം. നമ്മൾ വിമലാനന്ദ സ്വാമികളുടെ കൂടെയായിരുന്നു കുറേ ഏറെക്കാലം. അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും ഏറ്റുവാങ്ങാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഗുജറാത്തിൽ ഏറെ നാൾ വസിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പര്യടനം നടത്തി വീണ്ടും ശിവയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ ബ്രാഞ്ചാണ് കാഞ്ചീപുരം സേവാശ്രമം. അവിടെ ഏതാണ്ട് ഒരു 4-5 വർഷം അവിടെ സേവനം ചെയ്തു. അവിടെ ഗുരുപൂജ കഴിഞ്ഞിട്ട് അടുത്ത മദ്രാസിലേക്ക് പോയി. അടുത്ത ദിവസം വണ്ടി കയറാനിരിക്കുമ്പോഴാണ് ഇത് വന്നത്. പറഞ്ഞ് ചേർത്ത് വയ്ക്കുന്നത്, ഓരോന്നും ചേർത്ത് വയ്ക്കുന്നത് അവിടെ സേവനം അനുസരിച്ച് കാഞ്ചീപുരത്തെ ഗുരുപൂജ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. മരുത്വാമലയിൽ നിന്ന് യജ്ഞവും ഇവിടുത്തെ ചതയ പൂജ തുടങ്ങുന്നത് ഭഗവാൻ ശിഷ്യ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച ജനുവരി 9. ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് വരുമ്പോൾ എല്ലാം അവിടുന്ന് കണക്ട് ചെയ്തതുപോലെ തോന്നുകയാണ്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസങ്ങൾ പത്രങ്ങളിലായി വൈകി. ഇതിനിടെ എന്ത് പറ്റി, രാത്രി എൻ്റെ മൊബൈലും തറവായി എന്നാൽ സ്റ്റക്കായി, ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അടുത്ത ദിവസം ട്രെയിനിൽ വർക്കലയ്ക്ക് പോകുമ്പോഴാണ് അതിന് ശരിയായതിന് ശേഷം പിന്നെ ഒരു 3-4 മണിക്കൂർ പിന്നെ വിളിച്ചവരിലെല്ലാം മെസ്സേജ് കൊടുത്തു. എന്തായാലും ശിവരി ചെന്നു. അവിടുന്ന് ഒരു ദേവാസികളുള്ള സന്യാസിമാരൊക്കെ സ്വീകരണമൊക്കെ തന്നു. പിന്നെ നാടിൻ്റെ നാനാഭാഗത്തും ഒക്കെയായി. ഇത് ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു. അതിന് മുമ്പ് വരെ ഒരുപാട് സ്വീകരണങ്ങളും ഇതൊക്കെ കിട്ടി. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി 9-ാം തീയതി ഡൽഹിയിലെത്തി. 10-ന് അവിടെ ഇത് ഏറ്റുവാങ്ങുന്നതിൻ്റെ ചടങ്ങിൻ്റെ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു രാഷ്ട്രപതി ഭവനിൽ തന്നെ. അടുത്ത ദിവസം എങ്ങനെ നടക്കുന്നോ അതേപോലെ ഇതെല്ലാം നടത്തി. അതിനുശേഷം അവിടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ അവാർഡിയേഴ്സിനും 56 പേര്, ഇവിടെ മോഹൻലാൽ അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിൽ സംബന്ധിച്ചു. രാത്രിയിൽ എൻ്റെ കൂടെ ശിവരിയുടെ ജനറൽ സെക്രട്ടറി ചന്ദ്രാൻ സ്വാമി, ശാരദാനന്ദ സ്വാമി, ശിവസ്വരൂപാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം സംബന്ധിച്ചു. എന്തായാലും അതിൽ ചില അനുഭവങ്ങൾ എന്താണ്, അപ്പോൾ ആഭ്യന്തരമന്ത്രി പറയുണ്ടായി, ഈ അവാർഡുകളൊക്കെ മുൻപ് ഉയർന്ന സ്ഥാനങ്ങളിൽ കൂടി പോയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് കീഴ്ത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുണ്ടായി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോഴാണ് അതൊക്കെ അവർ പറയുണ്ടായി. അപ്പോൾ അതും നമുക്ക് ശരിയാണെന്ന് തന്നെ തോന്നുകയുണ്ടായി. കൃഷിക്കാർക്ക് തന്നെ കൃഷി മേഖലയ്ക്ക് ഓരോ കൃഷിക്കും പ്രാധാന്യം കൊടുത്തു ഓരോ സംസ്ഥാനത്തിൻ്റെയും വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നു. ഡോക്ടറേറ്റിലാണെങ്കിൽ വെറും ഡോക്ടറേറ്റ് എന്നുള്ളതല്ല, പ്രത്യേക രോഗങ്ങൾക്ക് കൂടുതൽ വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ളവർ, അനുഭവമായിട്ടുള്ള ആ രോഗത്തിന് പ്രതിവിധി കണ്ടുന്നവരെ കണ്ട് അവരെ ആദരിക്കുന്നു. അതുപോലെ മഴവെള്ളം ശേഖരിച്ച ഒരു കൃഷിക്കാരൻ്റെയാണ് രാജസ്ഥാൻ. മഴവെള്ളം ശേഖരിച്ച് എങ്ങനെ കൃഷി നടത്താം, അത് നമ്മുടെ നിത്യോപയോഗത്തിന് എങ്ങനെ വിളിക്കാം, അതിനെ കണ്ടെത്തി ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊരു അനുഭവമാണ്. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയുന്നത്. ഈ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ അത് കീഴ്ത്തട്ടിലും കണ്ടെത്തി
അവർക്കും എത്തുന്നുണ്ട് എന്ന് ഉള്ളത് അറിയിക്കുവാൻ വേണ്ടിയാണ്. എന്തായാലും അടുത്ത ദിവസം ആ രാഷ്ട്രപതി ഭവനിൽ കൃത്യമായിട്ട് നമ്മളുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി തുടങ്ങിയ വലിയ ഒരു വേദി ഒരുങ്ങിയിരുന്നു. അവിടേക്ക് നമ്മുടെ പ്രസിഡന്റ് കടന്നു വരുന്നു. ഗൂഗിൾ വിലയിൽ സാധാ ശാന്തമായ അന്തരീക്ഷത്തിൽ ചടങ്ങൊക്കെ സത്യത്തിൽ നാം കാണേണ്ടതാണ്. വലിയ എന്താണ് രാജാവ് എഴുന്നള്ളതും പോലെ സന്നാഹങ്ങളോടുകൂടി പീഠത്തിലേക്ക് വരികയാണ്. വന്നാൽ ഉടനെ അനുമതി ചോദിച്ചുകൊണ്ട് ഉള്ള അടുത്ത ആളിൻ്റെ പ്രഖ്യാപനം. തുടർന്ന് ഓരോരുത്തരും പേര് വിളിച്ച് അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ പേര് വന്നപ്പോൾ 56 പേരുണ്ടായിരുന്നെങ്കിൽ സന്യാസി വേഷത്തിൽ സന്യാസിയായി ഒരേ ആളെ ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയിലെ സന്യാസി ആകുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കില്ലേ? തീർച്ചയായിട്ടും തുടിക്കും. രാഷ്ട്രപതി ഭവൻ്റെ രാഷ്ട്രപതിയോട് നേർന്ന് കിടക്കുന്ന ആ ചുമന്ന പരതാതിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പോയി നിൽക്കുമ്പോൾ അദ്ദേഹം ഹൃദയത്തിലേക്ക് ചൂണ്ടി തരുന്ന ആ അവാർഡുണ്ട്. ഇവിടെയാണ് അത് തൂക്കി തരുന്നത്. എൻ്റെ ഒരു മിനിയേച്ചർ അവിടുന്ന് തരുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് കൊണ്ടുപോകാൻ. മറ്റേത് തനിയുണ്ട്, അത് ബോക്സിൽ തന്നിട്ടുണ്ട്. അത് ഇവിടെ തൂക്കി തരികയാണ്. പിന്നെ പത്രമാണ് കയ്യിൽ ആ റോള് പോലെ തരുന്നത്. അതാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് അതിൻ്റെ കോപ്പിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നു വ്യക്തിഗത ഒരു ആദരവാണെന്നാണ് രാഷ്ട്രപതി ഒപ്പിട്ട് ഇത്. അപ്പോഴത് അങ്ങനെ പോയി അത് വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആരെയാണ് നാം സ്മരിക്കുക? ഭഗവാനെ തന്നെയാണ് സ്മരിക്കുക. മറ്റാരുടെ കാരുണ്യം കൊണ്ടാണ് ഇത് കിട്ടിയത്. വിശുദ്ധാൻ സ്വാമിക്ക് കവിത എഴുതാൻ അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, ലേഖനം എഴുതാൻ അറിഞ്ഞുകൂടാ, മറ്റ് ഡോക്ടറല്ല, സംഗീതജ്ഞനല്ല, വേറെ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് കിട്ടുന്നുവെങ്കിൽ, ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ കിട്ടുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നാം ധരിക്കണം, അത് നമ്മളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്, സമർപ്പണത്തിൻ്റെ ഫലമാണ് എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. അവിടെയാണ് നാം എല്ലാവരും സമർപ്പിതരാകേണ്ടത്. ഞാൻ ഇത് പറഞ്ഞു വന്നേ. ഗുരുവിൻ്റെ തപോഭൂമിയിൽ നിന്നും 25 വർഷം നമ്മൾ തപസ്സൊന്നും ചെയ്തില്ല. അവിടുത്തെ പാതയിൽ കൂടി അവിടുത്തെ എല്ലാ ദിവസവും അവിടുത്തെ ആ വരികളുണ്ടല്ലോ, ഗുരുദേവ കൃതികൾ, അതിങ്ങനെ സ്മരിച്ച് ഞാനിപ്പോഴും എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. എനിക്ക് ഞാൻ മൊബൈലിൽ വേറെ ഒന്നിനും ഉപയോഗിക്കാനില്ല. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ശ്രീധരൻ സാറിൻ്റെ വാണികൾ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. എല്ലാ ദിവസവും ഞാനത് കേൾക്കും. ഡോക്ടർ രേവമ്മയുടെ വാണികളുണ്ട്. ശിവരിൽ നിന്ന് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള 2 CD-കളുണ്ട്. എനിക്ക് അനുസന്ധാനം ചെയ്യാനുള്ള ഇതൊക്കെയാണ്. ഇതോടുകൂടി ഉള്ള ഗുരുദേവ കൃതിയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള മന്ത്രങ്ങളും മറ്റുമൊക്കെയാണ് അനുസരണം. പിന്നെ ചെയ്യുന്നതെല്ലാം എന്താണ്? അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്ത് ഇനി അസംഗനായിരിക്കുക, ഇതല്ലാതില്ലൊന്നും നരന് ചെയ്തിടാൻ എന്ന ഗുരുവിൻ്റെ ആ വാണിയെ പിന്തുടരുകയാണ്. എന്തെങ്കിലും ചെയ്യുന്നതിനെങ്കിൽ എന്ത് വേണം? അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യാനാണ് ഗുരു പഠിപ്പിച്ചത്. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാം മറന്ന് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കടന്നു വരുന്നത്, ആദരവ് കടന്നു വരുന്നത്. ഇത് വിശുദ്ധാനന്ദ സ്വാമിയുടെ വ്യക്തിത്വത്തിന് തന്നു രാഷ്ട്രപതിയിൽ അത് കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ വ്യക്തിത്വമാകുന്ന മഹത്തായ തേജസ്സിന് കിട്ടിയ അവാർഡാണെന്നേ നമുക്ക് ധരിക്കുവാൻ കാരണമുള്ളൂ. അത് തന്നെയാണ്. അത് കിട്ടുമ്പോൾ, ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് കിട്ടുമ്പോൾ, ആ ഗുരുവിൻ്റെ വിശ്വാസികൾക്ക്, ഗുരുവിൻ്റെ ഭക്തർക്കെല്ലാം ആശ്രയ കേന്ദ്രമായ ഭഗവാന്റെ മഹാസമാധിയിൽ നിന്നും ആ ഊർജം അങ്ങനെ വരുന്ന ആ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിന് കിട്ടിയ ആദരവായിട്ട് നാം കണക്കാക്കണം. നാം ഗുരുവില്ലെങ്കിൽ, ശിവഗിരി ഇല്ലെങ്കിൽ, ധർമ്മസംഘമില്ലെങ്കിൽ, SNDP യോഗമില്ലെങ്കിൽ ഓർക്കണം, ഒരുപാട് സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിൽക്കുന്ന 2 സംഘടനയാണ് ധർമ്മസംഘവും SNDP യോഗവും. ഇനി അതിലൊക്കെ വഴക്കും വയ്യാവേലിയും ഒക്കെ വരാം. ആളുകൾ സ്ഥാനത്ത് വരുമ്പോൾ അരുതാത്തൊക്കെ.
പക്ഷേ സംഘടന ഇല്ലാതാവില്ല എന്ന് നാം ധരിച്ചു കൊള്ളണം. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, മുടി വെട്ടും പോലെ വീണ്ടും വരുമെന്ന്. അത് ധരിച്ചുകൊണ്ട് അതിൽ ആശ്രയം വെച്ച് നാം നിൽക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ വിശുദ്ധാൻ സ്വാമി എന്ത് അവാർഡാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ കാരണക്കാരനാരാ? ഭഗവാൻ ശ്രീനാരായണ ഗുരു. അവിടെ മാത്രം ധരിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും വ്യക്തികളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇതൊക്കെ മണ്ടത്തരമാണ്. വ്യക്തികളോടെ അവസാനിച്ചു പോകും. യാതൊരു തർക്കമില്ല. ഗുരുവിനെ മറക്കാതിരിക്കുക, ഗുരുവിൻ്റെ പാതകളെ മാത്രം നാം പിന്തുടരുക. ഇതല്ലാതെ നമുക്ക് മാർഗമില്ല. നമ്മളുടെ ജീവിത ലക്ഷ്യത്തിന് ഗുരുമാർഗം മാത്രം അതായി ഭവിക്കട്ടെ എന്ന നമ്മളുടെ ശ്രമങ്ങളും നമ്മളുടെ ജീവിതവും അങ്ങനെ സമർപ്പിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ തന്ന എല്ലാ ആദരവിനും നന്ദി ഭഗവാനോട് രേഖപ്പെടുത്തുകയാണ്. എന്നോടും രേഖപ്പെടുത്തിയ കാര്യമില്ല. ഇനി വേറെ ഒന്ന്, ചതയപൂജാ സംഘം ഇവിടെ കിട്ടുമ്പോൾ എനിക്കുള്ള അനുഭൂതി ഇവിടെ കിട്ടുന്നതിനേക്കാളും വലുതാണ്. ഇനിയും ചതയപൂജാ സംഘത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. പിന്നെ ഞാൻ തന്നെ ആണ് അല്ല, ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ശിവഗിരിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പലരും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരുന്ന് പഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വലിയ സ്ഥാനം കിട്ടിയപ്പോൾ ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് പോയിന്ന്. ഇതൊക്കെ മുടങ്ങിക്കിടന്നു. ഇവിടെ ഇത്തിരി മാന്ദ്യം വന്നിട്ടുണ്ടാകും. ഈ മാന്ദ്യമൊക്കെ എന്തിനുള്ള അതായിരിക്കും? വലിയ വറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കരി കണഞ്ഞു കിടക്കും. അടുത്ത ഒരു നല്ല ചാറ്റമഴ വന്നാൽ ഉടനെ അതെല്ലാം അങ്ങോട്ട് ഒന്നിച്ച് വരും. നല്ല മഴയൊക്കെ അങ്ങോട്ട് വരും. അതാണ് ഒരു പറഞ്ഞ പോലെ തഴച്ചു വരട്ടെ, അയൽ തഴപ്പതിനായി അതിപ്രയത്നം ചെയ്യണമെന്ന് പറഞ്ഞ് തഴച്ചു വളരാനുള്ള ഒരു അവസരമായി വരട്ടെ. സാർ പറയുണ്ടായി ഇവിടെ ഭൂമി സമ്പാദിക്കുന്നത്. ഞാൻ ശിവഗിരിയിൽ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് നമ്മളെ ഗോപി സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഡോക്ടർ വിജയരാഘവൻ്റെ സഹോദരനാണ്. അതിനപ്പുറത്ത് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ശിരോമണി ഗോവിന്ദൻ്റെ മകൻ. അദ്ദേഹം ഇവിടെ കുറേ സ്ഥലവും വീടൊക്കെ കൂടെ വാങ്ങിച്ചിരുന്നു. അതെല്ലാം കൂടെ സത്യദേവ് ചതയപൂജാ സംഘത്തിന് സമർപ്പിച്ചിരുന്നു. 69 സെന്റ് ഭൂമിയും 2 ബംഗ്ലാവും അതിനോടുകൂടി സർവസ്വം കൂടി സമർപ്പിച്ച് വെറും 50 ലക്ഷം. ഇന്ന് നമ്മൾ സെന്റിന് 2 മുകളിൽ കൊടുത്ത് വാങ്ങാൻ തയ്യാറായിരിക്കുക. അതും വാങ്ങിച്ചത് ഞാൻ ശിവയിലേക്ക് പോയത് യജ്ഞം നടന്നതിന് ശേഷമാണ്. യജ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. 384 ദിവസം 25 ലക്ഷം രൂപ യജ്ഞശാലയ്ക്ക് ചെയ്യായെങ്കിൽ ആ യജ്ഞശാലയുടെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ അവിടേക്ക് ഉയർന്നു നിൽക്കുന്നത്. അത്തരത്തിൽ അതിനെ കൺസെപ്റ്റ് ചെയ്യും. യജ്ഞം കഴിഞ്ഞു 30 ലക്ഷം രൂപ ബാങ്കിൽ മിച്ചം വന്നു. 10 ലക്ഷം രൂപ ചേർത്ത് പിന്നെ ഫോറസ്റ്റിൻ്റെ സൈഡും അതിൽ കിട്ടി. ഇതൊക്കെ യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് ശിവഗിരിക്ക് പോയത്. ശിവഗിരിക്ക് പോയപ്പോൾ ഈ ഭൂമിയിൽ ഇനി അടുത്തതിന് സംസാരിച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരു 10-70 ലക്ഷം രൂപ വേണം. തൊട്ടടുത്ത് കിടക്കുന്നത് എല്ലാവരും കൂടെ സഹകരിക്കുമോ? ഇവിടെ 10 പൈസ ഇല്ല. മറ്റേ എഴുതിയതിന് ഇനി ഒരു 13 ലക്ഷം രൂപ കടമുണ്ട്. അതും കൂടെ പറഞ്ഞേക്കാം. ഗോപി സാറിനാണ്. എല്ലാവരും കൂടെ സഹകരിക്കണം. നമ്മളുടെ വിശ്വശാന്തി യജ്ഞം ഇങ്ങനെ കിടക്കുകയാണ്. അല്ല, യജ്ഞമല്ല, മന്ദിരം കിടക്കുകയാണ്. വിശ്വശാന്തി യജ്ഞം നേരത്തെ പറയുകയുണ്ടായി. ഇവിടുന്ന് ഇത് കഴിഞ്ഞപ്പോൾ ആദ്യം മണ്ണന്തലയാണ്. അതിനുശേഷം ഓച്ചര നടത്തി. ഓച്ചര സഹോദരന്മാർ ഇവിടെ നിൽക്കും. അവരും 10-75,000 രൂപ മിച്ചം വരുത്തി. മണ്ണന്തലക്കാർ ഈ 30,000 രൂപ മിച്ചം വരുത്തിയെങ്കിൽ മറ്റൊരു 75,000 രൂപ മിച്ചം വരുത്തി. ആ വിശ്വശാന്തി യജ്ഞം തന്നെയാണ് ശിവഗിരിയിൽ നടന്നത് എന്നോർക്കണം. ഇപ്പോൾ എല്ലാ ജനുവരി 1-നും ഭഗവാന്റെ മഹാസമാധി പീഠത്തിൽ ജനുവരി 1-ന് വെളുപ്പിന് പ്രതിമാ പ്രതിഷ്ഠയുടെ സമയത്ത് വിശ്വശാന്തി യജ്ഞമാണ് നടക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ തപോഭൂമിയിൽ നിന്നും നമുക്ക് കിട്ടിയ വെളിപാടോ അനുഗ്രഹവും എന്ത് വേണമെങ്കിലും പറഞ്ഞോളുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചതയപൂജാ സംഘത്തിന് നന്ദി പറയുമ്പോൾ അതെനിക്ക് പറയുന്നത് പോലെ ശിവഗിരിയുടെ പ്രസിഡന്റിന് ഇത് ഈ ആദരവ് നൽകുകയും വളരെ സന്തോഷപൂർവ്വം ശിവഗിരിക്ക് വേണ്ടി ധർമ്മസംഘത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയിരിക്കുന്നു. നമ്മളുടെ ഈ ഒരുപാട് പറഞ്ഞാൽ തീരുമില്ല. എൻ്റെ ഈ പിന്നിലാണ് എന്നെക്കാളും പ്രായമുള്ളവരാണ് എന്നെ ചലിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറയണ്ടായി മണിവൻസ്
മണിമാമൻ നേരത്തെ ഒരു കഥ ഞാൻ പറഞ്ഞു വീണ്. അതിന് ശേഷം ഒന്ന് ഞാൻ ഇപ്പോഴാണ് ഓർമ്മ വന്ന്, ഈ പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കില്ലേ, പെട്ടിയെടുക്കാൻ പോകും. മണിമാമൻ്റെ സ്കൂട്ടറുണ്ട്, വേറെ വിശ്വംബർ സാറിൻ്റെ ഒരു ലാംബോ എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ പുറകിലൊക്കെ ആയിരുന്നു ഞാൻ പോകുന്നത്, ഇവരുടെ വീട്ടിലൊക്കെ. ഒരു ദിവസം എന്താ പറ്റിയെന്നാണ്, മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണ്, കുമാരപുരത്തേക്ക് പോവുകയാണ്. കുമാരപുരം സ്കൂളിൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് മണിമാനെ മുമ്പിൽ നിന്ന് ഓടിച്ചുകൊണ്ട് പോവാം. ഞാൻ പുറയിലാണ്, കൊണ്ട് നിർത്തി. പെട്ടെന്ന് ഒരു ബസ് അവിടെ കൊണ്ട്, സ്കൂളല്ലേ കുട്ടികളെ, ഇതിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ചെറുതായിട്ട് മണിമാൻ കൈ കൊണ്ടിങ്ങനെ. ഞാൻ ഇങ്ങനെ പലതും കടന്നാണ്, ഒരുപാട് അനുഭവങ്ങളാണ് ഇവരുടെയൊക്കെ കൂടെ പോയിട്ടുള്ള ഒരുപാട് 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 അനുഭവങ്ങളാണ് ഇത്. ഈ കടമ്പകളൊക്കെ കടന്നാണ് വരുന്നത്. ഇപ്പോഴ് നേരത്തെ വിശ്വംബര സാർ പറയുണ്ടായി, ഇവിടെ രൂപൻ സാർ പറഞ്ഞാൽ നിങ്ങളാരും ഇങ്ങോട്ട് വരുന്നില്ല മറ്റൊന്നും. എല്ലാവരും വരണം, എല്ലാവരും വരണമെങ്കിൽ എല്ലാവരും വരുന്നതിനുള്ള വേദി എന്താണ്, അതുപോലെ നിന്നെങ്കിലേ പറ്റുള്ളൂ. പലയിടത്തും വീടുകൾ കയറി ഇറങ്ങാൻ ഇന്ന് ആളില്ലായിരിക്കുന്നു. കുളത്തുകാരിവിടെ ഇരിക്കുക, അവിടെ ഉണ്ട് 100-150 വെട്ടികളോടുണ്ട്, വിളിച്ചിട്ട് പോകാനില്ല. ഞാനായിരുന്നു 90 ദിവസം കഴിയുമ്പോൾ ചെല്ലും, വീട്ടിന് മുമ്പിൽ ചെല്ലും. 100 ദിവസമായി പോയാൽ അവർ ചോദിച്ചു, സ്വാമി കണ്ട് ഇത്ര താമസം എന്താണ്? അങ്ങനെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം കൊണ്ടുവന്നാണ്. ഇപ്പോഴ് ശിവഗിരിയിൽ എന്താ പറയുന്നത്, ഇവിടെ അനുവർത്തിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തുകയാണ്. ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ഗുരുദേവനാണ് ഈ നിൽക്കുന്നത്, എല്ലാവർക്കും അറിയാതിരിക്കും അല്ലേ, മഹാഗുരുവിലെ. ഈ മഹാഗുരുവിലൊക്കെ ഇദ്ദേഹം പോയത് ഇവിടെ മരുന്നുമാമല എന്ന സൃഷ്ടി ഉണ്ടായതിന് ശേഷമാണ്. അവിടെ ഒരു അരത്താടിക്കാരനെ ഇരിക്കും. ഇദ്ദേഹത്തിൻ്റെ അച്ഛന്, അല്ല കഥ പറയണ്ടേ, സനൽകുമാർ എന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഞാൻ കുന്നമ്പാറയായിരിക്കും, അന്ന് ഇവിടെ ഒന്നും വന്നിട്ടില്ല. പലപ്പോഴും 2 മാസത്തിലോ 3 മാസത്തിൽ ഒരിക്കൽ വരും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതേ വേറെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും നമ്മളുടെ ഒരു സുഹൃത്തും കൂടായ ഒരു ഡോക്ടർ സുദേവൻ, ദേവൻ്റെ അനിയൻ ഒക്കെ കൂടെ മരുത്വാമലയിൽ വന്ന് കുന്നമ്പാറയിൽ വന്ന് അവിടെ താമസിക്കും. പാറപ്പുറത്തൊക്കെ കിടങ്ങി ഉറങ്ങിപ്പോകുന്ന എൻ്റെ മകനാണ്. ഇതവിടെ മരുന്നുമാമലയ്ക്ക് സൃഷ്ടി ഉണ്ടാക്കിയത് നമ്മുടെ സജീവ് കൃഷ്ണനും അതിൻ്റെ ലിഖിതമായ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ഗുരുവാണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെയാണ് നമ്മുടെ ഈ പിള്ളേരുതായി ഇരിക്കുന്നവരൊക്കെ. ഇവരിപ്പോഴും എന്താണ്, അതിൽ നിന്നും അങ്ങോട്ട് കയറി ശിവരി മഹായജ്ഞം നടന്നപ്പോൾ അവരെന്ത് ചെയ്തു, ശിവരി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ശിവരിക്ക് ഒരു നാക്ക് വേണം. നമ്മൾ പറയുന്നതൊക്കെ കേരളമുതി കഴിച്ച് ബാക്കി ഒന്നും ഇടില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്യും, ശിവരി TV എന്നൊന്ന് ആയിക്കോട്ടെ എന്ന് പറയും. എങ്ങനെയുടെ ഇത്? അതിനൊരു വിലയുണ്ട് സ്വാമി, നമുക്ക് വേറെ ഒന്നും വലിയ ചിലവൊന്നും വേണ്ട, നമുക്ക് എന്താ മൊബൈലിൽ കൂടെ ഇതൊക്കെ ചെയ്യാവുന്നതാകും, യൂട്യൂബിലും മറ്റുമൊക്കെ എന്നാൽ തുടങ്ങിക്കോളാൻ പറയും. അങ്ങനെ മണ്ഡലയജ്ഞം മുഴുവൻ ശിവഗിരി TVയുടെ ലോകം മുഴുവൻ അറിഞ്ഞ് അങ്ങനെയാണ് ഇന്നത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഈ നടക്കുന്നത്, ഇന്ന് വെളുപ്പേ നടന്നതും ഇന്ന് ലോകത്ത് മുഴുവൻ ഇതേ സമയം ലൈവായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ശിവഗിരി ഇവിടെ ഓരോന്ന് നടപ്പിലാക്കുന്നത് അതുതന്നെ ശിവഗിരിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മളുടെ ഒരു മാധ്യമം, നമ്മളുടെ ഒരു നാക്ക് ശിവഗിരിയിൽ വളർന്നു വരികയാണ്. അവിടെ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നാക്കാണ്. ഞാൻ പോകുന്ന ഇടത്തെല്ലാം ഏത് പ്രസ്ഥാനത്തിൽ പോയാലും അവിടെയുണ്ട്. അടുത്ത 20-ാം തീയതി ജയ്പൂർ പോകുന്നുണ്ട്, ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ ഇവർ 2 പേര് എൻ്റെ കൂടെ ചലിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം ലോകത്തിലേക്ക് കൊണ്ടുവരിക ശിവഗിരി TV ഇതാ സന്നദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൊബൈലിൽ കൂടിയെങ്കിൽ അത് വരും കാലങ്ങളിൽ വിശാല വലിയ ഒരു വാർത്താ മാധ്യമമാകുന്നതിന് തയ്യാറാകുകയാണ്. അതോടൊപ്പം തന്നെ വേറെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ശിവഗിരിയിൽ ഇപ്പോൾ വേറെ ഒരു പദ്ധതി കൊണ്ടിരിക്കുന്നു. നമ്മൾ സാമ്പത്തികമായിട്ട് പരാധീനം അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും ഓരോ പ്രോജക്റ്റ് ഓരോന്ന് നടത്തിക്കൊണ്ടുവരും. ശിവഗിരിയിൽ വരുന്ന ഗുരുപൂജ കൊണ്ടോ പുഷ്പാഞ്ജലി കൊണ്ടോ ഒന്നും കാര്യങ്ങൾ ഓടുന്നതല്ല. ഗുരുനിധി എന്ന് പറഞ്ഞ ഒരു പദ്ധതി, ഒരു ഗുരുഭക്തൻ, ഒരു ഗുരുഭക്ത 1 രൂപ ഗുരുവിന് പാദകാണിക്കയായിട്ട് ഡെയിലിയും പ്രാർത്ഥിച്ച് പാത്രത്തിട്ടുകൊള്ളുക, അത് ശിവഗിരിയിൽ എത്തിക്കുക. അത് മാധ്യമങ്ങൾ ഇതെല്ലാം കൊണ്ട് ബാങ്ക് വഴിയും ആകാം. ഒരു നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ 6 മാസത്തിൽ 1 വർഷത്തിലൊരിക്കൽ ഈ ഗുരുനിധി അക്കൗണ്ടിലേക്ക് ഇട്ടാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും ലൈവ്. ഇതിനുള്ള വ്യവസ്ഥ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ICICI അല്ലേ, CCI ബാങ്കുമായിട്ട് അതിൻ്റെ
കോർപ്പറേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ. ഇതൊക്കെ ശിവരിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ നിങ്ങൾക്കറിയാം, പ്രജ്ഞ വന്നപ്പോൾ 1 കോടി രൂപയാണ് ശിവരിയുടെ അദ്വൈതാശ്രമത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്നത് എടുത്തു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ കരങ്ങളിലേക്ക് കൊടുത്തത്. ശിവരിക്ക് പണം ഉണ്ടായിട്ടല്ല. അങ്ങനെ ഒരുപാട് ആ സമയത്ത് തന്നെ നമ്മളുടെ ബ്രാഞ്ചുകളിൽ നിന്നും ഒരുപാട് സാധനമൊക്കെ ആയിട്ട് ശേഖരിച്ച് എല്ലായിടത്തും ഇവിടുന്ന് അരിയപ്പുറത്തു നിന്നും ധാരാളം കൊണ്ടുവന്ന് ഒഴുകയാണ്. സഭ വഴി, ഗുരുധർമ്മ പ്രകടന സഭ വഴി ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അറിയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത പല പദ്ധതികളും ഇപ്പോൾ ശിവരിയിൽ അത് കൂടുതൽ ഇതായിട്ട് വരികയാണ്. അതുപോലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ പ്ലാനോട് കൂടി പോകുന്നു. ഒന്നോർക്കണം, ഈ അവാർഡിനോടൊപ്പം തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ശിവരി, ചെമ്പഴന്തി, അരിയപ്പുറം, കുന്നമ്പാറ 4 സ്ഥാപനങ്ങൾക്ക് 69.75 കോടി രൂപയുടെ പ്രോജക്റ്റ് അനുവദിച്ചത്. അത് കേന്ദ്ര ഏജൻസിയായ ITDC നേരിട്ട് ചെയ്യുകയാണ്. അതിൽ 39 കോടി രൂപ ശിവഗിരിക്ക്, ബാക്കി അരിയപ്പുറം, ചെമ്പഴന്തി. ഇതെല്ലാം ഈ നമ്മളുടെ അർപ്പണത്തെ തുടർന്ന്, യജ്ഞങ്ങളെ തുടർന്ന്, നമ്മളുടെ പ്രാർത്ഥനയെ തുടർന്ന് വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും, ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും ആദ്യമായി വരുന്ന പാത കാണിക്കുകയാണ് എന്നുകൂടി നാം അറിയണം. അതിനെ തുടർന്നാണ് എന്ത് വന്നത്, ഈ അവാർഡ് വന്നത്. കേന്ദ്ര സർക്കാരിന് നമുക്ക് നന്ദി രേഖപ്പെടുത്താതെ ഇരിക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന് നന്ദി നമ്മൾ രേഖപ്പെടുത്തണം. അങ്ങനെ സംഭവിക്കട്ടെ. ഇനിയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇനിയും ഇവിടെ പൂക്കളുമൊക്കെ ആയി വന്നിരിക്കുന്നു. ഈ അവാർഡിക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും പലരും കയ്യിൽ ഇത് ഉയർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ധരിക്കുകയാണ്. എന്തായാലും ഞാൻ തൽക്കാലം ഈ വേദി ഒന്ന് ഒഴിയുകയാണ്. ഇനി ആർക്കെങ്കിലും ഇവിടെ സംസാരിക്കാനുണ്ടാകും. അത് തന്നെയല്ല, നമുക്ക് പൂജയ്ക്ക് സമയം കടന്നു പോകുന്നു. എല്ലാവർക്കും വീട്ടിലേക്ക് പോകണം. മരുത്താമലയിൽ തന്നെ അങ്ങ് ഇരിക്കാൻ ആരും തയ്യാറായി വന്നിട്ടുണ്ടാവില്ല. എന്തായാലും എന്നെ വേദി മാറുകയാണ്. ഒരുപാട് പറഞ്ഞാൽ തീരുമില്ല. കഥകൾ പറഞ്ഞാൽ തീരുമില്ല. ഇവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരുമില്ല. എനിക്ക് സുമാര സാറിൻ്റെ ഒക്കെ ത്യാഗങ്ങൾ ഒക്കെ എന്ന് പറയാൻ പറ്റില്ല. ഇത് കടത്തിലാണ്, അങ്ങും കടത്തിലാണ്. ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മുടക്കി അങ്ങ് ഇട്ടിരിക്കുന്നത്. ആദ്യം കടം തരും, പിന്നെ പൈസ വന്നാൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകില്ല. അതെല്ലാം അവിടെ സമർപ്പിച്ചതാണെന്നുള്ളതാണ്. ആദ്യകാലത്തെ ഞാൻ പറയുന്ന പോലെ MV ഭാസ്കരനെ കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. കാരണം നമ്മൾ നടന്നു വന്ന വഴി ഒരിക്കലും മറക്കരുത്. അത് മറന്നുപോയാൽ അത് ഒരു ശാപത്തിന് ഇടവരും. അതുകൊണ്ട് എല്ലാ പൂർവ്വസൂരികളെയും സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ